ശ്രീനിവാസൻ സാർ ഏൽപ്പിച്ച ജോലി എന്തായാലും വിക്രത്തിന് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം വിക്രം വിളിച്ച് ശ്രീനിവാസൻ സാറോട് പറയുന്നുണ്ട്. വേദ തന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടെ വിക്രം പറയുന്നത്. ഇവിടെ നിന്നും താൻ പോയി കഴിഞ്ഞാൽ വേദ ആ ഫോട്ടോ അമ്മക്ക് കാണിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് അവൾ പറഞ്ഞത് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ അങ്ങ് ചിരിക്കുന്നുണ്ട്. ആഹാ, അവൾ ആള് കൊള്ളാലോ, അവൾ നിന്നെ നിയന്ത്രിക്കാനൊക്കെ തുടങ്ങിയല്ലോ. ഏതായാലും നീ ഇന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട, നാളെ ഇനി വൈകിട്ട് സമ്മേളനത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നീ ഒന്ന് ഓർത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശ്രീനിവാസൻ സാർ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും വിക്രം വന്നിട്ട് വേദയെ നോക്കുന്ന സമയത്തിന് വേദ ഉറക്കം പോലും ഇല്ലാതെ അവിടെ തന്നെ ഇങ്ങനെ കാവലിരിക്കായിരിക്കും. ആ സമയത്തിന് വിക്രത്തിന് മനസ്സിലാവണം തനിക്ക് ഇന്നെന്തായാലും പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ വിക്രം നേരെ മുറിയിലേക്ക് പോയിട്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഓരോരുത്തരും ഓരോ ജോലിയിലായിട്ട് ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീജ് ഇങ്ങനെ മുറ്റടിക്കുന്ന സമയത്തിന്റെ നന്ദിനി അടുത്ത് ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷു ചായ കുടിക്കായിരിക്കും, വിനായകൻ ഇങ്ങനെ ലോട്ടറി നോക്കിക്കൊണ്ടിരിക്കായിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ പെട്ടെന്ന് മുറ്റത്ത് വന്ന് ഒരു കാർ വന്ന് നിർത്തുന്നത്. കാറിൽ നിന്ന് അച്ഛൻ വന്ന് ഇറങ്ങുന്ന സമയത്തിന് അച്ഛൻ എന്താ പതിവില്ലാതെ കാറിലൊക്കെയാണ് വന്ന് ഇറങ്ങുന്നത് എന്ന് പറയാണ് വിനായകൻ. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കാറിൽ നിന്ന് അച്ഛമ്മയും ഇറങ്ങുന്നത് കാണുന്ന സമയത്തിന് ഇവരെല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കാണ്. ദൈവമേ, ഈ മാരണത്തിനെ കെട്ടിയെടുത്തുകൊണ്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കട്ടെ വിനായകൻ. എന്നാൽ വേദക്ക് അച്ഛമ്മയെ കാണുന്ന സമയത്തിന് ഭയങ്കര അങ്ങ് ഇഷ്ടമായിരുന്നു. വേദ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിക്കുമായിരിക്കും. ആ സമയത്തിന് മാഷിനോടായിട്ട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നത്? നീ പോയി ചെയ്ത് പെട്ടി എടുക്കല, ആകെ 2 പെട്ടിയല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കാണ് മാഷിനോട്. അങ്ങനെ അച്ഛൻ പെട്ടി എടുക്കാൻ പോകുന്ന സമയത്തിന് അച്ഛമ്മ അങ്ങനെ കാറിന് ഡ്രൈവറോട് പറയുന്നുണ്ട്, എടാ ഒന്ന് പോയിട്ട് സഹായിക്കടോ എന്നൊക്കെ പറയും. എന്നാൽ അമ്മയ്ക്ക് ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാകും, അമ്മിനീസ് കിച്ചൺ എന്നായിരിക്കും. എന്നിട്ട് അതിൽ വ്ളോഗിലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഇന്ന് മുതൽ ഞാൻ വേറൊരു രീതിയിലുള്ള കണ്ടന്റാണ് ഇടാൻ പോകുന്നത് എന്ന് പ്രേക്ഷകരോട് പറയും. ഇനി മുതൽ മകന്റെ വീട്ടിലെ വിശേഷങ്ങളായിരിക്കും അമ്മിനീസ് കിച്ചണിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചില പാചകങ്ങളും ഉണ്ടായിരിക്കും എന്നൊക്കെ തന്നെ പറയും. അങ്ങനെ വണ്ടിക്ക് പൈസ ഒക്കെ കൊടുത്തതിന് ശേഷം ടാക്സിക്കാരൻ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ആയിരിക്കും കമലമ്മ വന്നിട്ട് മുത്തശ്ശിയെ കാണുന്നത്. ആ അമ്മ വന്നോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷത്തിൽ കമലമ്മ ഓടി വന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. ഏതായാലും മോളെ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ, നമുക്ക് സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞ അച്ഛമ്മ അങ്ങനെ കമലമ്മയും കൂട്ടിയിട്ട് ഒരു സെൽഫി ഒക്കെ എടുക്കുകയാണ്. എന്നാൽ കമലമ്മ നേരെ നിൽക്കുന്ന സമയത്തിന് അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നുമില്ല, ഞാൻ സെൽഫിയാണ് എടുക്കുന്നത്, ചുണ്ടൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോഴേക്കും കമലമ്മ അതേപോലെ ഇങ്ങനെ നിന്ന് കൊടുക്കുന്ന സമയത്തിന് മുത്തശ്ശി സെൽഫി എടുക്കുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ അകത്തേക്ക് വരുന്ന സമയത്തിന് വിഷുവിനെ കാണുന്ന സമയത്തിന് ചോദിക്കുന്നുണ്ട്, ആഹാ വിഷു നീ ഇവിടെ തന്നെയുണ്ടോ? നീ പഴയതുപോലെ തന്നെ ഒരു പണി ചെയ്യാതെ ഇവിടെ ചൊറിയും കുത്തി ഇരിക്കുകയാണല്ലേ, ഒരു പണിക്കും പോവാതെ വെറുതെ ഇരുന്ന് തിന്നത് നാണമില്ലാത്തവൻ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്തിന് വിഷുവിന് യാതൊരു കൂസലുമില്ലാതെ ഇളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രീജ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുമായിരിക്കും. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ വിനായക നീയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിനായകൻ പറഞ്ഞിട്ട്, അയ്യോ അച്ഛമ്മേ എനിക്ക് പിടിപ്പത് പണിയുണ്ട്, അച്ഛമ്മയെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോയേനെ എന്നൊക്കെ പറയും. എന്നിട്ട് മോളെ ശ്രീജി എന്നൊക്കെ പറഞ്ഞ് ശ്രീജിയോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തിന് നന്ദിനി ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കും. നന്ദിനിയോട് ചോദിക്കുന്നത്, എന്താ നന്ദിനി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഏതായാലും നമ്മൾ എല്ലാ പെണ്ണുങ്ങളും കൂടി നിന്നിട്ട് സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സെൽഫി എടുക്കാൻ വിളിക്കുന്ന സമയത്തിന് കമലമ്മ വേദയെ വിളിക്കുന്നുണ്ട്. വാ മോളെ എന്ന് വിളിക്കുന്ന സമയത്തിന് വേദ വേണ്ട വേണ്ട എന്ന് പറയും. എന്നാൽ വേദയെ പെട്ടെന്ന് അവിടെ കാണുന്ന സമയത്തിന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഏതാ പെൺകുട്ടി, ഏതാ മറ്റൊരു സ്ത്രീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോഴേക്കും അപ്പൊ അച്ഛമ്മ കാര്യമൊന്നും അറിഞ്ഞില്ലേ, വിക്രം അമ്പലത്തിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയാണത് എന്ന് പറയും. അപ്പോഴേക്കും കമലത്തിന് ആകെ ടെൻഷനാവാണ്. അമ്മേ അത് പിന്നെ വിക്രത്തിന്റെ സ്വഭാവം അറിയാലോ എന്നിങ്ങനെ പറയുന്ന സമയത്തിന് വേണ്ട എന്ന് പറഞ്ഞ് കൈയോട് കാണിക്കുകയാണ് അച്ഛമ്മ. എന്നിട്ട് വേദയോട് വാ എന്നൊക്കെ പറഞ്ഞു വേദയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, വീട്ടിലെ എല്ലാ സ്ത്രീകളും വാ നമുക്ക് സെൽഫി എടുക്കാമെന്നല്ലേ, നീ വാ എന്ന് പറഞ്ഞ് വേദയെ വിളിക്കും. അങ്ങനെ വേദയും കൂടി കമലമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്തിന് വേദയും കൂടി ചേർന്നിട്ടായിരിക്കും കേട്ടോ മുത്തശ്ശി സെൽഫി എടുക്കുന്നത്. സെൽഫി എടുത്തതിന് ശേഷം അച്ഛൻ അങ്ങനെ നന്ദിനിയോട് ചോദിക്കുന്നത്, എടി നിന്റെ മുഖം തന്നെ ഇങ്ങനെ കയറ്റിപ്പിടിച്ച് വെച്ചേക്കുന്നത്, നിന്റെ മുഖത്ത് എന്താ കടന്നില്ലെങ്ങാനും കുത്തിയോ എന്ന് ചോദിക്കും. അപ്പൊ നന്ദിനി ഒന്നും മിണ്ടാതെ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കും കേട്ടോ. എന്നിട്ട് അതിനുശേഷം അകത്തേക്ക് പോകാം, എടാ വിശ്വ ആ പെട്ടി ഒന്ന് എടുത്തു വെക്കുമെന്ന് പറയും അച്ഛമ്മ. അപ്പോൾ വിഷിനൊന്നും അനക്കമില്ലാതെ നിൽക്കുന്ന സമയത്തിന് എന്താണ് നിനക്ക് പറ്റില്ലെന്ന് ചോദിക്കുന്ന സമയത്തിന് ആ പറ്റും അച്ഛമ്മേ. അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുന്ന സമയത്തിന് വിനായകനോടായിട്ട് നന്ദിനി പറയുന്നു, അച്ഛമ്മയുടെ ഈ ഒരു വരവിൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിനായകൻ പറഞ്ഞിട്ട്, അല്ല ഈ വരവ് ഏതായാലും വെറുതെ അങ്ങ് വന്നതായിരിക്കില്ല, വിക്രമിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് വന്നത് തന്നെയായിരിക്കും. അപ്പോൾ വിനായകൻ പറഞ്ഞിട്ട്, അതേതായാലും അച്ഛൻ പറയാൻ വഴിയില്ല, ഇനിയിപ്പോൾ ഏതായാലും അച്ഛമ്മയുടെ മുന്നിൽ വെച്ചിട്ട് വേദയോട് ദേഷ്യം കാണിക്കാനൊന്നും അച്ഛന് പറ്റില്ല, കാരണം അച്ഛമ്മയുടെ മുന്നിൽ അച്ഛൻ വെറും ഒരു പൂച്ചയാണ് എന്നൊക്കെ പറയാട്ടെ വിനായകൻ. പിന്നീട് അങ്ങനെ നന്ദിനി ഏതായാലും അച്ഛമ്മയുടെ പുറകെ ചെന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അച്ഛമ്മേ എനിക്ക് അച്ഛമ്മയോട് ഒരു സത്യം പറയാനുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും എന്ത് സത്യം എന്ന് ചോദിക്കാനേ, നീ മിക്കവാറും എന്തെങ്കിലും ഒരു കുശുമ്പ് പറയാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് പറയുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട്, അല്ല അച്ഛമ്മേ സത്യമായിട്ട് ഞാനൊരു സത്യം പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്, ഞാൻ വേണമെങ്കിൽ അച്ഛമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് അച്ഛമ്മ പറയുന്നത്, വേണ്ട വേണ്ട, എന്നിട്ട് വേണം എൻ്റെ തല അങ്ങ് പൊട്ടിത്തെറിക്കാൻ.
ഞാനിപ്പോൾ ഏതായാലും തൽക്കാലം കുളിക്കാൻ പോവാണ്, നിന്റെ സത്യം ഏതായാലും ഇപ്പം എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ് നിൽക്കായിരിക്കും അച്ഛൻ. അങ്ങനെ കമലമ്മ കാപ്പിയുമായിട്ട് വരുന്ന സമയത്തിന് അച്ഛമ്മ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ കാപ്പിയൊന്നും വേണ്ട, എനിക്ക് കുളിച്ചിട്ട് മതി കാപ്പിയൊക്കെ, ഞാൻ രാവിലെ അവിടെ നിന്ന് പോകുന്നതല്ലേ. അപ്പോഴേക്കും ഈ കാപ്പി തണുക്കൂലേ എന്ന് കമലമ്മ ചോദിക്കുന്ന സമയത്തിന് അച്ഛമ്മ പറയുന്നുണ്ട്, എന്തായാലും നീ ഇട്ട കാപ്പിയല്ലേ, അത് തണുത്താലും കുടിക്കാൻ നല്ല രസമായിരിക്കും എന്ന് പറയാണ് അച്ഛമ്മ. എന്നിട്ട് അച്ഛമ്മ പറഞ്ഞിട്ട്, കമലെ ഈ നന്ദിനി എന്തോ ഒരു സത്യം വരാണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ കുറേ നേരമായി നടക്കുന്നു എന്ന് പറയുന്ന സമയത്തിന് കമലമ്മക്ക് ഒരു ടെൻഷൻ ആയിരിക്കട്ടോ. കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് സത്യം നിനക്ക് അച്ഛമ്മയോട് പറയാനുള്ളത്, പറ നന്ദിനി, എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അച്ഛമ്മ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ദേഷ്യം പോലെ നിന്നില്ലേ, അതൊരിക്കലും മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല, അതാ ഞാൻ പറയാൻ വന്നത് എന്ന് പറയും. അപ്പോഴേക്കും അത് പറയാൻ വന്നതാണോ, അയ്യോ പാവം കുട്ടി എന്ന് പറയാണ് അച്ഛമ്മ. അല്ല എവിടെ, ഇവിടെ തറവാട്ടിലെ പുതിയ ആളെവിടെയെന്ന് ഇങ്ങനെ അച്ഛമ്മ ചോദിക്കുന്ന സമയത്തിന് വേദ ആ ഒരു ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കണേ. അപ്പോഴേക്കും അച്ഛമ്മ അങ്ങനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്, വാ ഇങ്ങടുത്തേക്ക് വാ. വേദ വരുന്ന സമയത്തിന് അച്ഛമ്മ പറഞ്ഞിട്ട്, അതെ ഈ തറവാട്ടിലെ പുതിയ മരുമകളല്ലേ, ഞാനിപ്പോൾ കുളിച്ചു വരുമ്പോഴേക്കും എനിക്ക് വിശക്കുന്നതിന് ഭക്ഷണം വേണം, അതേതായാലും ദോശയും സാമ്പാറും തന്നെ ആയിക്കോട്ടെ എന്ന് പറയാൻ കേട്ടോ അച്ഛമ്മ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് നന്ദിനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും, കാരണം ഏതൊക്കെ കാര്യമായിട്ട് പാചകം ഒന്നും അറിയില്ല എന്ന് നന്ദിനിക്ക് അറിയാലോ. എന്നിട്ട് നന്ദിനി ഇങ്ങനെ പറഞ്ഞിട്ട്, അച്ഛമ്മേ ഇവിടെ ഉണ്ടാക്കുന്ന പാചകമൊക്കെ അടിപൊളിയാണ്, ഇവള് പണ്ടുണ്ടാക്കിയ പുലാവിന്റെ കാര്യം പറയാനേ ഇല്ല എന്നിങ്ങനെ നന്ദിനി പറയുന്ന സമയത്തിന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ആണോ, എന്നാ പിന്നെ എനിക്ക് വേഗം പോയിട്ട് ദോശയും സാമ്പാറും ഉണ്ടാക്കി വെക്കുകയെന്ന് പറയും. എന്നാൽ അച്ഛമ്മ പോയതിനു ശേഷം കമലമ്മ ഇങ്ങനെ വേദയെ വിളിക്കുന്നുണ്ട്, വാ മോളെ. അച്ഛമ്മ പറഞ്ഞ സമയത്തിന് മോൾക്ക് പറയാമായിരുന്നില്ലേ മോൾക്ക് ഇതൊന്നും അറിയില്ല എന്ന്. അപ്പൊ വേദ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല അമ്മേ, എനിക്കറിയുന്നത് പോലെ ഞാൻ ഉണ്ടാക്കാമെന്ന് പറയൂ. കമലമ്മ പറയുന്നുണ്ട്, വാ മോളെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വേദയെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട്, അതെ അമ്മ ഉണ്ടാക്കൊന്നും വേണ്ട, ഇവളോടാണ് അച്ഛമ്മ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞത്, അല്ലാതെ അമ്മയോടൊന്നുമില്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിങ്ങനെ നന്ദിനി പറയുന്ന സമയത്തിനെ കമലമ്മ പറയുന്നുണ്ട്, അതെ അവൾ ഭക്ഷണം ഉണ്ടാക്കിക്കോട്ടെ, ആ സമയത്ത് അവൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട്, വേണ്ടമ്മേ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഓൺ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമെന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയും വേദ. എന്നാ ശരി ഈ കാപ്പി മൂടിവെക്ക് നന്ദിനി എന്നൊക്കെ പറഞ്ഞ് കാപ്പി എടുത്തിട്ട് നന്ദിനിയുടെ അടുത്തേക്ക് കൊടുക്കുകയാണ് കമലം. അങ്ങനെ കമലമ്മ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം നന്ദിനി ഇങ്ങനെ വേദിയോട് പറഞ്ഞിട്ട്, വേഗം പോയിട്ട് സാമ്പാർ ഉണ്ടാക്കി. അപ്പോൾ വേദ പറഞ്ഞിട്ട്, അതെ ഞാൻ ഉണ്ടാക്കിക്കോളാം, എനിക്കറിയാം സാമ്പാർ ഉണ്ടാക്കാനൊക്കെ, പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച സാമ്പാറിലെങ്ങാനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്ത് നന്ദിനി ചോദിക്കുന്നുണ്ട്, ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യൂടി നീ ചോദിക്കും. അതെ അങ്ങനെ എങ്ങാനും ചെയ്തിട്ടെങ്കിൽ ആ സാമ്പാർ എടുത്ത് നിങ്ങളുടെ തലയിൽ കൂടി ഒഴിക്കും ഞാൻ എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് പേടിയാവുകയാണ്. ഇതേ സമയത്ത് അച്ഛമ്മ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തിന് മാഷിനെ കാണും. മാഷിനോട് ചോദിക്കുന്നത്, നീ എന്താ എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് നേരെ പറമ്പിലേക്കാണോ പോയതെന്ന് ചോദിക്കും. അപ്പോൾ അതേന്ന് പറയാട്ടോ മാഷേ, പറമ്പിലേക്ക് പോയിട്ട് 2-3 ദിവസമായില്ലേ അമ്മേ, 3 മൂട് കപ്പ വന്നിട്ടുണ്ടാണെങ്കിൽ അത് പെരിച്ചായി അങ്ങ് അകത്താക്കി, പെരിച്ചായി അങ്ങ് മാന്തി പറിച്ച് കൊണ്ടുപോയി എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് അകത്തും പെരിച്ചായി പുറത്തും പെരിച്ചായി അല്ലേ, നീ അകത്തുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തിന്നു തീർക്കാൻ വേണ്ടിയിട്ട് നീ പുറത്ത് പെരിച്ചായികൾ, ആ സാധനങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുപോയി തീർക്കാൻ മറ്റു പെരിച്ചായികൾ എന്നൊക്കെ പറയും. വിഷൻ അവിടെ ഇരിക്കുന്ന സമയത്തിന് വിഷൻ നോക്കിക്കൊണ്ടായിരിക്കട്ടെ അച്ഛമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നിട്ട് ശ്രീജി അവിടെ നിൽക്കുന്ന സമയത്തിന് അച്ഛമ്മ പറഞ്ഞതിന്റെ മോളെ ശ്രീജി, ഇനി ഈ വീട്ടിലുള്ള പണികളൊക്കെ ആണുങ്ങളെ കൊണ്ടുകൂടി ചെയ്യിപ്പിക്കണം, പുറത്തേക്ക് പണിക്ക് പോവാത്ത ആണുങ്ങളെ കൊണ്ട് അകത്തെ ജോലി കൂടി ചെയ്യിപ്പിക്കണം, നാളെ മുതൽ പറമ്പ് നനക്കാൻ വേണ്ടിയിട്ട് വിഷുവിനെ പറഞ്ഞേക്കണം, അത് ഇനി മുതൽ നിന്റെ ജോലിയാണെന്നൊക്കെ പറയട്ടെ ശ്രീജയോട്. അപ്പോൾ മാഷ് ചോദിക്കുന്നതിന്, എന്തിനാമ്മേ ആ പണിയും കൂടി വിഷുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ആ പാവം പെണ്ണിനെ കൊണ്ട് ആ ജോലിയും കൂടി ഇവൻ ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറയും. അവൻ ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവനവൻ്റെ ബ്രഷും പേസ്റ്റും കഴിക്കാനുള്ള വകയെങ്കിലും കണ്ടെത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയട്ടെ മാഷ് അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം അച്ഛമ്മ നേരെ വിഷുവിൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, അതെ നിന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയുള്ളൂ, പക്ഷേ ഈ അച്ഛമ്മ അതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, അതെ നിന്നെ ഞാനങ്ങ് വൈറലാക്കുമെന്ന് പറയുന്ന സമയത്തിന് വൈറലോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛമ്മ പറയുന്നത്, എൻ്റെ അമ്മിണീസ് കിച്ചണിൽ നിന്റെ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്യും, രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ ഇങ്ങനെ നിർത്താതെ ഇരുന്ന് തിന്നിരിക്കല്ലേ, ആ ആക്ടിവിറ്റീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നീ അങ്ങ് വൈറലാവുമെന്ന് പറയട്ടെ മുത്തശ്ശി. അപ്പോഴേക്കും അച്ഛമ്മയെന്നങ്ങ് വിളിക്കാട്ടോ വിഷുവൻ. ആ സമയത്തിന് അച്ഛമ്മ പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും, അങ്ങനെ ഞാൻ ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അതുപോലെ നീ അങ്ങ് അനുസരിക്കണം, നാളെ തുടങ്ങിയിട്ട് നീ പറമ്പ് മുഴുവൻ നനക്കണം, അത് നിന്റെ ജോലിയാണ്. ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം വരുന്ന സമയത്തിന് അച്ഛമ്മ പറഞ്ഞിട്ട്, മോളെ ശ്രീജി ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ, ഇവനെ കൊണ്ട് നീ ഏതായാലും നാളെ മുതൽ പറമ്പ് നനപ്പിക്കണം, ഇവൻ നനക്കട്ടെ പറമ്പ് എന്നൊക്കെ പറയും. വിക്രം ഇങ്ങനെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തായിരിക്കും അച്ഛമ്മയെ കാണുന്നത്. വിക്രം വേഗം വന്നിട്ട് ഹെൽമെറ്റ് കോരിക്കൊണ്ട് അച്ഛമ്മയെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അച്ഛമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അച്ഛമ്മ ഇങ്ങനെ എടുത്തിട്ടിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛമ്മേ ഇതെന്താ അച്ഛമ്മ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്, അച്ഛമ്മ ഇത് എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അച്ഛമ്മ പറഞ്ഞിട്ട്, എടാ ഞാൻ കുറച്ച് നേരമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്, അതെ നീ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുള്ള വികൃതി തരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അച്ഛമ്മ അങ്ങനെ വിക്രത്തിന്റെ ചെവി പിടിച്ചിങ്ങനെ തിരിച്ചു കൊണ്ടായിരിക്കട്ടെ സംസാരിക്കുന്നത്. ഇതെല്ലാം തന്നെ വിഷയം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛമ്മ പറഞ്ഞിട്ട്, എടാ നിന്റെ വികൃതി തരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, എടാ നീ എന്തൊക്കെയാടാ ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അച്ഛമ്മ വിക്രത്തിന്റെ ചെവി പിടിച്ച് തിരുമ്പിക്കൊടുത്തിന്റെ ചെവിയും പിടിച്ച് വലിച്ചിങ്ങനെ അകത്തേക്ക് കൊണ്ടുവരികയാണ്.
അങ്ങനെ അച്ഛമ്മ വിക്രത്തിനെ ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുവരുന്നത് കാണുന്ന സമയത്തിന് ശ്രീജ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കട്ടെ. ആ സമയത്തിന് വിഷയം ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. കാരണം അച്ഛമ്മ വന്നതിന് ശേഷം വിഷയം പെട്ടു എന്നറിയാലോ. അപ്പോഴേക്കും ശ്രീജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. വിഷയൻ ആകെ പെട്ട അവസ്ഥയിൽ വളരെയധികം സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാകുന്നത്.